ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് 2024 നമ്മുടെ 6ാമത്തെ ചാപ്റ്ററായ കോർഡിനേറ്റ് സൂചക സംഖ്യകൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളാണ്. ഡ്രോ ദ കോർഡിനേറ്റ് ആക്സിസ് ആൻഡ് മാർക്ക് ദ പോയിന്റ് A00, B23 ആൻഡ് C40. വാട്ട് ഈസ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം B to AC? സൂചക അക്ഷങ്ങൾ വരച്ച് തന്നിരിക്കുന്ന ബിന്ദുക്കൾ അടയാളപ്പെടുത്തുക. A00, B23, C40. ബിയിൽ നിന്നും AC-യിലേക്കുള്ള ലംബ ദൂരം കണക്കാക്കുക. അപ്പോൾ സൂചക അക്ഷങ്ങൾ വരക്കുമ്പോൾ ഞാനിത് ജിയോജിബ്ര വെച്ച് വരച്ചതാണ്. നിങ്ങൾ സ്കെയിൽ വെച്ചേണ്ട ഒരു ഹൊറിസോണ്ടൽ ലൈനും ഒരു വേർട്ടിക്കൽ ലൈനും കറക്റ്റ് സ്കെയിൽ വെച്ചിട്ട് വരയ്ക്കുക. എന്നിട്ട് ഓരോ സെൻറ്റിമീറ്ററുകൾ കറക്റ്റ് അടയാളപ്പെടുത്തുക. ഓക്കെ, ഓരോ സെൻറ്റിമീറ്ററുകളും മാർക്ക് ചെയ്യുക. ഇത് രണ്ടും കൂട്ടിമുട്ടുന്ന പോയിൻ്റാണ് ഒറിജിൻ. ബാക്കി വലത്തോട്ട് പോകുമ്പോൾ പോസിറ്റീവ് നമ്പർ, ഇടത്തോട്ട് വരുമ്പോൾ നെഗറ്റീവ് നമ്പർ, മുകളിലേക്ക് പോസിറ്റീവ് നമ്പർ, താഴേക്ക് നെഗറ്റീവ് നമ്പർ. ഇങ്ങനെ എന്ത് ചെയ്യാം? മാർക്ക് ചെയ്തിട്ട് പോയിന്റുകൾ അടയാളപ്പെടുത്തണം. അപ്പോൾ ആദ്യം നമുക്കിവിടെ തന്നിട്ടുള്ള പോയിന്റുകൾ അടയാളപ്പെടുത്താം. A00 എന്ന് പറയുന്ന പോയിന്റ് അത് ഒറിജിൻ ആണ്. അടുത്തത് B ആണ് നമുക്കിനി മാർക്ക് ചെയ്യാനുള്ളത്. 2, 3 അല്ലേ? എക്സ് എന്ന് 2, വൈ എന്ന് 3, അപ്പോൾ അതാ ഇവിടെ വരും 2, 3. പിന്നെ C4, 0. എക്സിൽ 4ഉം വൈയിൽ 0യും, അപ്പോൾ ഇവിടെ വരും. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടി ABC എന്ന് പറയുന്ന നമ്മളുടെ 3 പോയിന്റുകൾ കിട്ടി. ഇനി ബിയിൽ നിന്നും AC-യിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അതാണ് BD. അത് കാണാൻ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ഈ ചിത്രത്തിൽ നിന്ന് തന്നെ പറയാൻ പറ്റും. എത്രയാ? 0 എന്നതാ ഈ നീളാണ്. എത്രയാണ്? 3 ആണ്. അപ്പോൾ ബി എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും AC-യിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ലംബ ദൂരം അത് എത്രയാണ്? 3 യൂണിറ്റ് ആണ്. ഓക്കെ, അടുത്തത് A23, B85, C47 are the coordinate of the vertices of triangle ABC. P is the midpoint of AB and Q is the midpoint of BC. A23, B85, C47 എന്നിവ ABC എന്ന ത്രികോണത്തിൻ്റെ മൂലകളാണ്. PQ എന്നിവ യഥാക്രമം AB, BC എന്നിവയുടെ മധ്യബിന്ദുക്കളാണ്. ഫൈൻഡ് ദ കോർഡിനേറ്റ് ഓഫ് P ആൻഡ് Q. PQ എന്നിവയുടെ സൂചക സംഖ്യകൾ കണക്കാക്കുക. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ PQ ഇവ തമ്മിലുള്ള അകലം കണക്കാക്കുക. അപ്പോൾ ഞാൻ ആ തന്നിട്ടുള്ള കൺസെപ്റ്റ് പ്രകാരം ഒരു ട്രയാങ്കിൾ വരച്ചു. ABC, A23 ആണ്, B85 ആണ്, C47 ആണ്. ഓക്കെ, നമുക്ക് തന്നിട്ടുള്ള കൺസെപ്റ്റ് പ്രകാരം ഞാൻ ആ ട്രയാങ്കിൾ വരച്ചു. അതിൽ P എന്ന് പറയുന്നത് ABയുടെ മിഡ് പോയിന്റ് ആണ്, Q എന്ന് പറയുന്നത് BCയുടെ മിഡ് പോയിന്റ് ആണ്. എങ്ങനെ മിഡ് പോയിന്റ് കാണാം? എക്സുകൾ കൂട്ടിയിട്ട് അതിൻ്റെ പകുതി, വൈകൾ കൂട്ടിയിട്ട് അതിൻ്റെ പകുതി. അപ്പോൾ P എത്രയായിരിക്കും? 8 + 2 / 2 എന്ന് വരും. അഥവാ 8 + 2 10 ആണ്. 10ൻ്റെ പകുതി 5. അടുത്തത് വൈകൾ കൂട്ടുക. 5ഉം 3ഉം കൂട്ടിയ 8 ആണ്. 8ൻ്റെ പകുതി 4. ഇനി Q എങ്ങനെ കാണാം? 4ഉം 8ഉം കൂട്ടുക. ഇവിടുത്തെ എക്സുകൾ 4ഉം 8ഉം, 8ഉം 4ഉം 12, 12ൻ്റെ പകുതി 6 ആണ്. പിന്നെ 7ഉം 3ഉം 10ഉം 2 12, 12ൻ്റെ പകുതി 6 ആണ്. ഓക്കെ, ഇനി PQ ആണല്ലോ ചോദിച്ചിട്ടുള്ളത്. അത് ഡിസ്റ്റൻസ് ഫോമുല വെച്ചിട്ട് ചെയ്യാം. x1 - √x1 - x2 the whole square plus y1 - y2 the whole square. അപ്പോൾ 6 - 5 whole square plus 6 - 4 whole square വരും. 6 ന്ന് 5 പോയാൽ 1 ആണ്, 6 ന്ന് 4 പോയാൽ 2 ആണ്. അപ്പോൾ 1 square plus 2 square. 1ൻ്റെ സ്ക്വയർ 1 ആണ്, 2ൻ്റെ സ്ക്വയറോ 4 ആണ്. 1ക്ക് 4 കൂട്ടിയാൽ 5 ആണ്. √5. 5ന് വാല്യൂ ഇല്ലാത്ത 5ന് റൂട്ട് ഇല്ലാത്തത് കൊണ്ട് അത് അങ്ങനെ തന്നെ ഇട്ടാൽ മതി. അപ്പോൾ PQയുടെ ലെങ്ത് √5 ആണ്. ഓക്കെ, ഇത്രയും ചോദ്യങ്ങളാണ് 2024 നമ്മളുടെ ഈ കോർഡിനേറ്റ് സൂചക സംഖ്യകൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇനി അടുത്ത നമുക്ക് നമ്മളുടെ നെക്സ്റ്റ് ചാപ്റ്റർ കോർഡിനേറ്റ്സ് കഴിഞ്ഞിട്ട് വരുന്ന ഏതാണ്? ടാൻജൻസ്, തൊടുവരകൾ എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യൻസുകളും അതിൻ്റെ ആൻസറുകളും നോക്കണം. ഓക്കെ, എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ, നല്ല മാർക്ക് കിട്ടട്ടെ. വിഷ് ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാമിനേഷൻ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീ യു സൂൺ. ബൈ.